ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടികൊഴിച്ചിലും താരനും ഇല്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം. എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ്. ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം. കേശ സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ. WCCക്ക് തെറ്റു പറ്റില്ലേ? അത് കളക്റ്റീവ് അല്ല, സെലക്റ്റീവ് ആകുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. രഞ്ജിത്തിനെതിരെ ഒരു ട്രാൻസ്ജെൻഡറിന്റെ ഒരു ആരോപണം വന്നു. അതിൽ വ്യക്തമായിട്ട് ഒരു ആർട്ടിസ്റ്റിന്റെ പേര് അയാൾ പറയുന്നുണ്ട്. അവര് WCCയിലുള്ള ഒരാളാണ്, പക്ഷെ WCC ഒന്നും ഇടുന്നില്ല. ഇത് എതിർപക്ഷത്തുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നുവെങ്കിൽ ഇവരുടെ നിലപാട് ഇങ്ങനെ ആയിരിക്കും. ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഘടനയെ ഇല്ലാതെയാക്കുക. WCC പറഞ്ഞല്ലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരണ്ട എന്ന് കുറെ കാലം പറഞ്ഞല്ലോ, അല്ലേ? രേവതി പറഞ്ഞല്ലോ, ഉന്നതർ എന്ന് പറയുന്നല്ലോ, പ്രമുഖരിൽ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളുമുണ്ട്, ഒരുപാട് പേരുണ്ട്. എന്തുകൊണ്ടാണ് മാക്ട ഇല്ലാതെയായിട്ട് ഫെഫ്ക ഉണ്ടായത്? മമ്മൂട്ടി, മോഹൻലാൽ, അവര് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. എന്നിട്ടും അവർ എന്തുകൊണ്ട് അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല? ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. WCCയുടെ ഈ നിലപാടിനെ ഇപ്പോൾ ഈ സംഘടനകളും ഒരു സംശയദൃഷ്ടിയോടുകൂടിയാണ് കാണുന്നത്. കാരണം വെച്ചാൽ ഈ ഹേമ കമ്മിറ്റി പുറത്തുവിട്ടു, അതിന് പിന്നാലെ പലരും മൊഴി കൊടുക്കാൻ തയ്യാറായി. നേരത്തെ പറഞ്ഞ പോലെ അവരൊക്കെ കറക്റ്റായിട്ട് ഹേമ കമ്മിറ്റി കൊടുത്തവരാണെന്ന് അറിയില്ല. പക്ഷേ വന്നവരുടെ പല പേരുകളും WCC തന്നെ പത്രങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു എന്ന് പറഞ്ഞിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പിലും മറ്റു കാര്യങ്ങളും സംഘടന തന്നെ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ ഈ WCCയുടെ ഒരു നിലപാടിനെ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? എനിക്ക് ഇവർ ചോർത്തി കൊടുക്കുന്നതാണോ അതൊന്നും എനിക്കറിയില്ല. അത്തരം ആരോപണങ്ങളൊന്നും അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ഞാൻ പറയില്ല. പക്ഷേ എനിക്ക് അവരോടുള്ള വിഷയങ്ങൾ ഞാൻ ഒരുപാട് ഇടങ്ങളിൽ ഞാൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ എന്നെ ഒരു ശത്രുവായിട്ടാണ് അവർ എന്നെ കാണുന്നത്. അത് അവരുടെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഏത് സംഘടനയാണെങ്കിലും അത് ഫെഫ്കയാവട്ടെ, പിന്നെ അമ്മയാവട്ടെ, എല്ലായിടത്തും തെറ്റുകൾ സംഭവിക്കും. ആ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം. ഞാൻ ഫെഫ്കയിൽ ജനറൽ കൗൺസിൽ മെമ്പറായിരിക്കുന്ന സമയത്ത് ഞാനത് വളരെ ഉറക്കെ പറയാറുണ്ട്. ഇന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് ഞാൻ പറയുകയും പ്രതിഷേധിച്ചിറങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട്. ഇത് എന്താ, WCCക്ക് തെറ്റു പറ്റില്ലേ? WCC തെറ്റുകൾ പറ്റാത്ത അത്ര സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഇതാണെന്ന് അവർ തെളിയിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ WCCയുടെ പല വിഷയങ്ങളും അവർ അതായത് അത് കളക്റ്റീവ് അല്ല, സെലക്റ്റീവ് ആകുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് അവർക്ക് പ്രിയപ്പെട്ട ആളുകൾക്ക് നേരെ ആരോപണങ്ങൾ വരുമ്പോൾ അവർ നിശബ്ദരായിരിക്കും. അവരുടെ എതിരാളികൾക്ക് നേരെ എന്തെങ്കിലും വരുമ്പോൾ അവർ പുറത്തേക്ക് വരും. അപ്പോൾ അവർ സോഷ്യൽ മീഡിയ വഴി പുറത്തേക്ക് വരും, പിന്നെ ചാനലുകൾ വഴിയൊക്കെ അവർ പുറത്ത് വന്ന് സംസാരിക്കും. അതല്ലാതെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു ആരോപണം വന്നു. അതിൽ വ്യക്തമായിട്ട് ഒരു ആർട്ടിസ്റ്റിൻ്റെ പേര് അയാൾ പറയുന്നുണ്ട്. അവർ WCCയിലുള്ള ഒരാളാണ്, പക്ഷെ WCC ഒന്നും ഇടുന്നില്ല. ഇത് എതിർപക്ഷത്തുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നുവെങ്കിൽ ഇവരുടെ നിലപാട് ഇങ്ങനെ ആയിരിക്കും. ഞങ്ങൾ പറഞ്ഞില്ലേ, കണ്ടില്ലേ, സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരെ എന്ന് അവർ ആഘോഷിക്കുമായിരുന്നു. ഇത് ഒരുപാട് വിഷയത്തിൽ ഇപ്പം അലൻസിയർ വളരെ മോശമായിട്ട് പലയിടങ്ങളിലും സ്ത്രീകളെ പരസ്യമായി അപമാനിക്കുന്ന രീതിയിൽ പല വാക്കുകളും പറഞ്ഞു. അവരാരും അതിൻ്റെ പ്രതിഷേധം അവർ പ്രകടിപ്പിച്ചില്ല. അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോയുടെ പല അഭിപ്രായങ്ങളും പല സ്ഥലത്തും, അതിനെതിരെയും അവർ ഒന്നും പറയുന്നില്ല. ഇങ്ങനെ അവർക്കിഷ്ടപ്പെട്ട എൻ്റെ ഒരു, ഇപ്പം നമ്മുടെ മാലാ പാർവതി തന്നെ പറഞ്ഞല്ലോ, WCCയിലെ ഒരു അംഗത്തിൻ്റെ സിനിമ ചെയ്യാൻ പേര് പറഞ്ഞില്ല അവരെന്നേ ഉള്ളൂ. കാരവൻ ചോദിച്ചപ്പോൾ അവർ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു എന്നവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അവരുടെ ഭാഗത്തും ഇത്തരത്തിലുള്ള ഈ ഉന്നതർ എന്ന് പറയുന്നല്ലോ, ഈ പ്രമുഖരിൽ അവരുമുണ്ട്. പ്രമുഖരിൽ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളുമുണ്ട്, ഒരുപാട് പേരുണ്ട്. അല്ല, ഈ പറഞ്ഞ പോലെ ഈ പാർവതിയാണ് ഈ പറഞ്ഞ കമ്മീഷന് മുന്നിൽ ശക്തമായി മൊഴി കൊടുത്ത ഒരാൾ. പാർവതി തിരുവോത്ത് പോലും തനിക്കെതിരെ മോശമായി പറഞ്ഞവരുടെ പേരുകൾ ഇതുവരെ പറയുന്നില്ല. ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ പോയി അവരിനി ആരുടെയെങ്കിലും പേര് പറഞ്ഞോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് അവരൊന്ന് ധൈര്യത്തോടു കൂടി മുമ്പോട്ട് വരുമ്പോൾ ഒരുപാട് പേർക്ക് അതൊരു പ്രചോദനമാകും.
അപ്പോൾ ആ ഒരു വിഷയത്തിൽ എനിക്ക് WCCയോട് നല്ല എതിർപ്പുണ്ട്. ഇപ്പോൾ അമ്മയുടെ നേതൃസംഘടനയിൽ മാറ്റം വരണം എന്ന് പറയുന്ന മാതിരി WCCയിലും മാറ്റം വരണം, അവിടെയും മാറട്ടെ. അവരുടെയും നിലപാടുകൾ വളരെ ശക്തമായിരിക്കണം. പിന്നെ ഈ WCC എന്ന് പറയുന്നത് കൂട്ടായ്മ, അത് സംഘടനയല്ല, അതൊരു കൂട്ടായ്മയാണ്. ആർക്ക് വേണ്ടിയാണത്? നായികമാർക്ക് വേണ്ടി മാത്രമുള്ളതാണോ? ഇവിടെ മറ്റു പല വിഭാഗങ്ങളിലും ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, സ്ത്രീ. അതെ, അപ്പൊ അവരെ കുറിച്ചൊന്നും ഇവർ സംസാരിക്കുന്നില്ല. പിന്നെ അവരോടെല്ലാം നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയേണ്ടത് ഒരു വിഷയം പുറത്തു വരുമ്പോഴല്ല, പുറത്ത് വരുന്നതിന് മുൻപ് തന്നെ. ഞാൻ ഒരുപാട് തവണ അതിലുള്ള ചില മെമ്പേഴ്സിൻ്റെ അടുത്ത് തുടക്കകാലത്ത് ഞാൻ സംസാരിച്ചു, നിങ്ങൾ സ്ത്രീകളെ എല്ലാവരെയും വിളിച്ചൊരു ജനറൽ ബോഡി പോലെ ഒന്ന് കൂടൂ. സിനിമയിലുള്ള എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന സ്ത്രീകളെ എല്ലാവരെയും വിളിച്ചിട്ട് അതൊരു ഭയങ്കര സംഭവമായേനെ, അല്ലേ? കേരളത്തിനെ ഇളക്കി മറിയും. കാരണം ഇന്ത്യയിൽ എന്നല്ല, ലോകത്തൊരിടത്തും സിനിമയിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. നമ്മളിപ്പോൾ ചിലവർ പറയുമല്ലോ ഗംഭീര സിനിമയാട്ടോ, ഗംഭീര സിനിമയാട്ടോ, അപ്പം നമ്മൾ ഭയങ്കര പ്രതീക്ഷയിൽ പോയി റെഡി ആയിരിക്കുമ്പോൾ ചീറ്റിപ്പോവും. നമ്മൾ വിചാരിക്കും അയ്യോ ഇതിനെയാണോ ഇവർ വലിയ. അതേ അവസ്ഥയാണ്. നമ്മളെല്ലാവരും തന്നെ വളരെ ആകാംക്ഷാഭരിതരായി, വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി കണ്ട ഈ കൂട്ടായ്മ എന്ത് ചെയ്തു ഇത്ര വർഷം? അല്ല, അവർ പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവരുടെ മാത്രം. അതെങ്ങനെയാണ്? അത് ഞാൻ ചോദിക്കട്ടെ. അവർ കുറച്ച് സ്ത്രീകൾ സർക്കാരിന് ഒരു അപേക്ഷ കൊടുത്തു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ അപേക്ഷ കൊടുത്തതിൻ്റെ പേരിൽ സർക്കാർ ഇത് രൂപീകരിച്ചില്ലെങ്കിൽ എന്തായേനെ? സർക്കാർ രൂപീകരിച്ചില്ലെങ്കിൽ അപ്പം സർക്കാരാണ് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. എനിക്ക് ആ വിഷയത്തിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ഇന്ത്യയിൽ എത്രയോ ഭാഷ സിനിമകളുണ്ട്. ഒരിടത്തും നടക്കാത്ത ഒരു വലിയൊരു വിപ്ലവകരമായ ഒരു തീരുമാനമാണ് ഈ ഇടത് സർക്കാർ അത് കൊണ്ടുവന്നത്. അത് കുറച്ചു കാലം മൂടി വെച്ചു എന്നുള്ളൊരു ആരോപണം നമ്മൾ അത് തീർച്ചയായിട്ടും അതിനോടൊപ്പം ഞാനും നിൽക്കുന്നു. അത് ഇത്രയധികം മൂടി വെക്കേണ്ട കാര്യമില്ല. രണ്ടിലൊന്ന് എന്തെങ്കിലും ഒന്ന് അത് പുറത്ത് വിട്ടിരുന്നെങ്കിൽ സർക്കാരും ഇത്രയും പ്രതിസന്ധിയിലാവില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ധൈര്യം മറ്റേതെങ്കിലും സംസ്ഥാനത്തുള്ളൊരു സർക്കാരിനുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ചെന്നൈ പോലൊരു സിനിമാ നഗരം, ആ നഗരത്തിൽ ഈ പറയുന്ന രാധിക ശരത് കുമാർ, സുഹാസിനി, ഖുഷ്ബു, രേവതി, പിന്നെ രമ്യ കൃഷ്ണൻ, ലിസി എന്ന് വേണ്ട എല്ലാവരും അങ്ങേയറ്റം ഉന്നത സ്ഥാനത്തിരിക്കുന്ന അവർക്ക് ഇതുപോലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവിടുത്തെ സർക്കാരിനോട് പറയാം, സാർ ഇവിടെയും ഇതുപോലൊരു കമ്മിറ്റി രൂപീകരിക്കണം, ഇവിടുത്തെ സ്ത്രീകൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് ഇതാരും ചെയ്യുന്നില്ല. അപ്പം കേരള സർക്കാരല്ലേ അതിന് വന്നത്. അപ്പം അവിടെയുള്ള ആളുകളും അതിന് മുന്നിലേക്ക് വരുന്നില്ല. ഇതിപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരു അപേക്ഷ കൊണ്ട് കൊടുത്തു, സർക്കാർ അത് അംഗീകരിച്ചു എന്നതുകൊണ്ട് ഫുൾ ക്രെഡിറ്റ് ഒന്നും എടുക്കാനാവില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഇതേ WCC പറഞ്ഞല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരണ്ട എന്ന് കുറേ കാലം പറഞ്ഞല്ലോ, അല്ലേ? രേവതി പറഞ്ഞല്ലോ വന്നാലും പേര് വിവരങ്ങൾ പുറത്തു വരണ്ട എന്ന് പറഞ്ഞു. ഇനി പേര് വിവരങ്ങൾ പുറത്തു വന്നാലും നിയമ നടപടികൾ വേണ്ട എന്നും അവർ പറഞ്ഞു, അല്ലേ? ആ ഒരു ഇരട്ടത്താപ്പ് മാത്രമേ എനിക്ക് അവരോട് സംശയമുള്ളൂ. ഇനിയും അവരെന്നെ ശത്രുവാക്കി ഇപ്പം എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അവർ നന്നായിട്ട് എന്നെ എവിടെയെല്ലാം എന്നെ കുറ്റവാളിയാക്കാൻ പറ്റുമോ അവർ ചില ആളുകളെ വെച്ച് കളിക്കുന്നുണ്ട്. കളിക്കട്ടെ, അവർ എത്ര വേണമെങ്കിൽ കളിക്കട്ടെ. ലാലേട്ടൻ പറഞ്ഞിരുന്നു, മോഹൻലാൽ പറഞ്ഞിരുന്നത്, അമ്മയുടെ വിളിച്ചോടി പോയിട്ടില്ല, ഞാനിവിടെ വിളിച്ചോടി പോയിട്ടില്ല, പറയാൻ താമസിച്ചു, പക്ഷേ ഞാൻ മാത്രമായിരുന്നില്ല പറയേണ്ട, സംഘടനകളെല്ലാം വെച്ചായിരുന്നു. അമ്മയുടെ ആ നിലപാടിനോടോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ, ലാലേട്ടൻ എന്ന് പറയുമ്പോൾ മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ആ ഒരു നിലപാട് ശരിയായിരുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? ഇതിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ അമ്മയിൽ തിരഞ്ഞെടുപ്പ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പല ആർട്ടിസ്റ്റുകളോട് സംസാരിച്ചു. ഇത്തവണ നിങ്ങൾ സ്ത്രീകളെ മുന്നിലേക്ക് കൊണ്ടുവരണം, നിങ്ങളുടെ പിന്നെ മുകളിൽ ഒരു സ്ത്രീ ആയിരിക്കണം. ഞാൻ കുക്കു പരമേശ്വരനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം സംസാരിക്കാനും കൂടി സാധിക്കണം. വെറുതെ ഇങ്ങനെ ഒരു നാച്ചുറലി അവിടെ ജനാധിപത്യം വേണം. ഒരു പുരുഷനും ഒരു സ്ത്രീയും വരുമ്പോൾ ആ പുരുഷൻ പറയണത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു സ്ത്രീ ആവരുത്, അഭിപ്രായം ശക്തമായി പറയാൻ സാധിക്കുന്ന ഒരാളായിരിക്കണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഷീലു എബ്രഹാം എന്ന് പറയുന്ന അവരോട് ഞാൻ സംസാരിച്ചു. അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു മത്സരിക്കാൻ, പക്ഷേ അവിടെയുള്ള സ്ത്രീകൾ തന്നെ അതിനെതിരെ നിന്നു. സ്ത്രീകളാരും അവരുടെ പേര് പോലും പറയുന്നില്ല. അവർ തന്നെ ചോദിക്കുകയാണ്,
ഇവരൊക്കെ നിന്നാൽ ജയിക്കുമോ? ലാലേട്ടനാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, സിദ്ദിഖാകുമ്പോൾ പ്രശ്നമില്ലല്ലോ. ഇത് അവർ തന്നെ പറയുക. ഇതൊക്കെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു വലിയൊരു പ്രശ്നം. നമ്മൾ തന്നെ നമ്മുടെ സ്ത്രീകളെ അടിച്ചമർത്താനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. മുൻനിരയിലേക്ക് വരണം. ഇപ്പോൾ ഒന്നും അല്ലാതിരുന്ന സമയത്താണ് ഞാൻ സിനിമയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് ഇത്രയും അംഗീകാരം വേണമെന്ന് പറഞ്ഞ് ഇത്രയൊക്കെ പോരാടിയത്. അതിൻ്റെ പേരിൽ ഒരുപാട് പേര് എന്നെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് തൊഴിൽ നിഷേധമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അന്ന് നമ്മൾ കുറച്ച് പേര് ആവശ്യമായിരുന്നു. ആനന്ദവല്ലി, ഭാഗ്യലക്ഷ്മി, ശ്രീജ എന്നൊക്കെ പറയുന്ന കുറച്ച് പേര് ആവശ്യമായിരുന്നു. മറ്റാൾക്കാർ അന്ന് ഇല്ലാത്തത് കൊണ്ട്, അതുകൊണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ പോരാടണം. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ഈ അതിക്രമങ്ങളിൽ നമുക്ക് പ്രതിഷേധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോരാട്ടം, ഞാൻ പറയുന്ന കൂട്ടായ്മയല്ല, പോരാടണം, തെരുവിലിറങ്ങി പോരാടണം. ആരും ചെയ്യില്ല. തയ്യാറാവുന്നില്ല. അത് നമ്മുടെ എന്തവകാശവും നമ്മൾ പോരാടുമ്പോഴാണ് കുറെ കൂടി അത് ശ്രദ്ധ കിട്ടുന്നതും സർക്കാരിന് അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നതും അതുപോലെ തന്നെ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും കുറ്റവാളികളുണ്ടെങ്കിൽ അവരെ ഭയപ്പെടുത്താൻ സാധിക്കുന്നതും അപ്പോഴാണ്. അതെ, ഈ പോരാട്ടം പറഞ്ഞപ്പോഴാണ് ഒരു ഏകാംഗ പോരാട്ടമൊന്നും അല്ലെങ്കിൽ 2-3 പേർ ചേർന്നൊരു പ്ലോഗറിനെതിരെ ചേച്ചിയുടെ ശക്തമായൊരു പോരാട്ടം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അത് കരിയോയിലേക്ക് വളരെ മോശമായ അന്നത്തെ വിഷയം അറിയാമല്ലോ. അത് ഇന്നെങ്കിലും അത് ശരിയായിരുന്നില്ലെന്നോ തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ ഇന്നും ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഇതിനി കേസ് എത്ര വർഷം പോകും, ഇതങ്ങ് സംസാരിച്ച് ഒത്തു തീർപ്പാക്കിക്കൂടെ, അപ്പം പിന്നെ ഞാൻ ഈ പോരാടിയതിന് അർത്ഥമില്ലാതെയാവുമല്ലോ. അല്ല, ഞാനത് ചെയ്തത് ശരി തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനി നാളെ കോടതിയിൽ കേസ് വരുമ്പോൾ കോടതി എന്നോട് നിങ്ങൾ ചെയ്തത് ശരിയാണോ, ഞാൻ ചെയ്തത് എൻ്റെ ശരിയാണ് ഞാൻ ചെയ്തത്. എൻ്റെ ശരികൾ നിങ്ങൾക്ക് ശരിയാകണം എന്നില്ല. പക്ഷേ ആ പോരാട്ട പാതയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ഇനിയും അങ്ങനെ തന്നെ ഞാൻ പോരാടും. നോക്കൂ, അതിനുശേഷം എത്രമാത്രം അത് ഇല്ലാതെയായി. ഇന്ന് ഒരു ഭയമുണ്ട്, ദൈവമേ ഇങ്ങനെ പറഞ്ഞാൽ ഇനി ഇവർ വന്ന് ഇതുപോലെ അറ്റാക്ക് ചെയ്താലോ എന്നൊരു, അത് വേണം. ഞാൻ എത്രയോ കാലം നിയമപരമായി ശ്രമിച്ചിട്ട് നടക്കാതെ പോയത് കൊണ്ടാണ് ഞാൻ നേരിട്ടിറങ്ങിയത്. അങ്ങനെ ഒരു പോരാട്ടമാണ് കാത്തിരിക്കുന്നത്. അതെ, നമ്മൾ ആരെയും കൊല്ലുമൊന്നും വേണ്ട, നമ്മൾ ആരെയും കൊല്ലണം എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ചോദ്യം ചെയ്യണം. സമൂഹ മാധ്യമത്തിൽ കൂടി തന്നെ നമ്മൾ ചോദ്യം ചെയ്യണം. അമ്മയുടെ പോലെ തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു അഭിപ്രായം പറയാൻ ഫെഫ്കയും കുറേ താമസമെടുത്തു. ഇതുവരെയും വ്യക്തമായിട്ടൊരു ഇത് പറയുന്നില്ല. യൂണിയൻ്റെ ബാഹുല്യമാണ്, അവരുടെ എല്ലാം വിളിച്ചു കേൾക്കണമെന്ന് ഫെഫ്ക പറയുന്നുണ്ടെങ്കിലും ഇത് കുറച്ചുകൂടി നേരത്തെ വേണ്ടിയിരുന്നു എന്നൊരു തോന്നൽ വളരെ ആക്റ്റീവായ പ്രവർത്തകയെന്ന് തോന്നുന്നുണ്ട്. ആക്ച്വലി അവിടുത്തെ ആഭ്യന്തര കാര്യത്തിൽ നമുക്ക് അഭിപ്രായം പറയാൻ യാതൊരു അധികാരവും ഇല്ല. അതൊക്കെ ആണെങ്കിൽ പോലും ഈ അമ്മ എന്ന് പറയുന്ന സംഘടന മലയാള സിനിമയിലെ ഏറ്റവും ശക്തരായ 2 പേർ ആതിഥേയം വഹിക്കുന്ന ഒരു സംഘടനയാണ്, മമ്മൂട്ടി, മോഹൻലാൽ. അവർ പറഞ്ഞാൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. എന്നിട്ടും അവർ എന്തുകൊണ്ട് അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല എന്നൊരു പ്രതിഷേധം എനിക്ക് എപ്പോഴുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ മോഹൻലാലിനൊന്നും ആ സംഘടനയുടെ തലപ്പത്തിരുന്നിട്ട് ഒന്നും നേടാനില്ല, അല്ലേ? ഒന്നും അദ്ദേഹത്തിന് നേടാനില്ല. കാരണം അതിനും അപ്പുറം അദ്ദേഹം ഒരു നടൻ എന്ന നിലയ്ക്ക് ഇവിടെ നേടിക്കഴിഞ്ഞൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാൾ, ഞാനിവിടെ ഒരു കാരണവരായി നിൽക്കാം, നിങ്ങൾ പ്രവർത്തിക്കൂ, ഞാനുണ്ടാവും നിങ്ങളോടൊപ്പം എന്ന് പറയണമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവർ തന്നെ സ്ത്രീകളെ മുൻപോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം. മമ്മൂക്കയൊക്കെ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് സ്ത്രീകൾ മുൻനിരയിലേക്ക് വരണം നല്ല ആഗ്രഹമുണ്ടെന്ന്. പക്ഷെ നമ്മൾ അറിയുന്നില്ല, പൊതുസമൂഹം അതറിയുന്നില്ല. അപ്പോൾ അത് അദ്ദേഹം പ്രകടിപ്പിക്കണം. തീർച്ചയായിട്ടും സ്ത്രീകൾ ഈ മുൻനിരയിലേക്ക് വരണം. ഈ സംഘടന ഇനി അവർ നയിക്കട്ടെ. കാരണം ഏറ്റവും അധികം സ്ത്രീകളുള്ള ഒരു സംഘടനയുമാണ് അമ്മ. പിന്നെ അമ്മയിൽ ഞാൻ പൂർണ്ണമായിട്ടും അമ്മ എന്ന സംഘടനയെ ഞാൻ കുറ്റപ്പെടുത്താത്തത്, ഒരുപാട് നല്ല കാര്യം നടക്കുന്നുണ്ട് അതിനകത്ത്. നമ്മൾ കാര്യം പറയുമ്പോൾ നമ്മൾ നല്ലതും ചീത്തതും മാത്രം നമ്മൾ പറയരുത്. എനിക്കറിയാവുന്ന പണ്ടുള്ള 80 കാലഘട്ടങ്ങളിൽ ഉള്ള എത്രയോ പേര് ആ 5000 രൂപ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ട്. ഇൻഷുറൻസ് അത് പ്രീമിയം പോലും അവർക്ക് അടയ്ക്കണ്ട, അല്ലേ? അതുപോലും സംഘടനയാണ് അടയ്ക്കുന്നത്. ആ ഫണ്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഈ നടന്മാർ പലയിടത്തും പോയി
പ്രോഗ്രാം ചെയ്തിട്ട് അതിൽ അവരധ്വാനിച്ചാണ് അത് അവിടെ കൊണ്ടിടുന്നത്. അവരാരും ഇതിനെ ഒന്നും എടുക്കുന്നില്ല, ഫണ്ടൊന്നും എടുക്കാതെയാണ് അവരത് അതിൽ കൊണ്ടിടുന്നത്. അപ്പോൾ ഇടയ്ക്കൊരു ചർച്ചയിൽ പിന്നെ ഒരു അഡ്വക്കേറ്റ് പറയുന്നുണ്ടായിരുന്നു, അതിപ്പോൾ സർക്കാരിന് കൊടുത്താൽ പോരെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ക്ഷേമനിധി ബോർഡിൽ നിന്ന് ഓരോ കലാകാരനും അതായത് 60 വയസ്സായ ഒരു കലാകാരൻ, അവർക്ക് 4000 രൂപ വെച്ച് സർക്കാരല്ലാതെ കൊടുക്കുന്ന സിനിമ ടിക്കറ്റിൽ നിന്ന് കിട്ടുന്ന പൈസയാണ്. എനിക്കൊന്ന് സുരേഷിന് കുറച്ചുകൂടെ അതിൻ്റെ വ്യക്തമായ സാങ്കേതിക വിഷയങ്ങൾ അറിയാം. പൊതുസമൂഹത്തിന് അത് അറിയില്ല. ഒരാൾ ഒരു സിനിമ കാണുമ്പോൾ ആ ടിക്കറ്റ് വിറ്റ് കിട്ടുന്നതിൽ നിന്ന് 3 രൂപയാണ് നമ്മുടെ ക്ഷേമനിധി ബോർഡിലേക്ക് വരുന്നത്. ആ 3 രൂപ വെച്ച് ഏകദേശം ഞാൻ ബോർഡിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, 3000-ലധികം കലാകാരന്മാർക്ക്, അത് സിനിമാക്കാർക്ക് മാത്രമല്ല, ചെണ്ട കൊട്ടുന്നവർ, നാദസ്വര വിദ്വാൻ, കവിത എഴുതുന്നവർ എന്ന് വേണ്ട കലയുമായി ബന്ധപ്പെട്ട നാടക കലാകാരന്മാർ എല്ലാവർക്കുമാണ്. ഇത് കോവിഡ് കാലഘട്ടത്തിൽ നിന്നു. കാരണം സിനിമ ഇല്ലാത്തത് കൊണ്ട് ഈ ഫണ്ട് ഇല്ലാതെയായിപ്പോയി. ഫണ്ട് ഇല്ലാതായപ്പോൾ പലർക്കും പെൻഷൻ കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ അപ്പോഴും അമ്മ കൊടുത്തുകൊണ്ടിരിക്കും. അവർക്ക് മറ്റു സാധനങ്ങളും കൊടുക്കുന്നുണ്ട്, ഈ പെൻഷനും കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ ഞങ്ങളുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആനന്ദവല്ലി പിന്നെ വയ്യാതെയായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാനാണ് കൂടെ പോയി നിന്നത്. ആ സമയത്ത് ആനന്ദവല്ലി കാർഡ് ഇങ്ങനെ എൻ്റെ കയ്യിൽ തന്നിട്ട് ഒന്ന് വിളിക്കുമോ, വിളിച്ച് എനിക്ക് പെട്ടെന്ന്, അപ്പം ഞാനാണ് വിളിച്ച് 5 മിനിറ്റിനുള്ളിലാണ് ഫണ്ട് ഇതിലേക്ക് വരുന്നത്. ഇപ്പം ഫെഫ്കയിൽ അങ്ങനെ ഒരു സംവിധാനം വന്നിട്ടുണ്ട്. 3000 രൂപ നമ്മൾ ഒരു ഫണ്ട്, അത് സുരക്ഷാ ഫണ്ട് എന്നാണ് അതിൻ്റെ പേര്, അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ആവശ്യം ഉണ്ടാവില്ലായിരിക്കാം, ചിലപ്പോൾ എനിക്ക് സാമ്പത്തികമായി വലിയ കുഴപ്പമില്ല, ഞാൻ കഴിയുന്നത് അത് ഉപയോഗിക്കാതിരിക്കുക, കാരണം അത് അർഹിക്കുന്ന ആർക്കെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. അങ്ങനെ ആ പദ്ധതി രൂപീകരിച്ചിട്ട് ഇപ്പോൾ 5 മാസമായിട്ടേ ഉള്ളൂ. ഈ 5 മാസത്തിനുള്ളിൽ 1 കോടി രൂപ നമുക്ക് കൊടുക്കാൻ സാധിച്ചു. നമുക്ക് കിട്ടിയത് 1 കോടി സംതിങ് ആണ്, അതിൽ 1 കോടി രൂപ ഇപ്പം തന്നെ ചെലവായി. അപ്പം ഇത്തരം കാര്യങ്ങളും ഇവിടെ സംഘടനയ്ക്കുള്ളിൽ നടക്കുന്നുണ്ട്. അതാ പറയുന്നത്, കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിരിക്കാം, പക്ഷെ കുറ്റങ്ങളും കുറവുകളും മാത്രം പർവ്വതീകരിച്ച് ഇങ്ങനെ കാണിക്കാതെ അതിനുള്ളിൽ ചില നല്ല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ആരും അറിയുന്നുമില്ല, ആരും ചോദിക്കുന്നുമില്ല. ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഘടനയെ ഇല്ലാതെയാക്കുക. അങ്ങനെ ഒരു ശ്രമം, അതൊരു ബോധപൂർവ്വമാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ബോധപൂർവം അങ്ങനെ ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. അതെ, എന്തുകൊണ്ടാണ് മാക്ട ഇല്ലാതെയായിട്ട് ഫെഫ്ക ഉണ്ടായത്? ആ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. പക്ഷെ നമ്മൾ അതിലേക്കൊന്നും പോകാതെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ച് ചെളി വാരി എറിഞ്ഞ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? നമുക്കിവിടെ പ്രധാനമായിട്ടും ആവശ്യം എന്താണ്? സ്ത്രീകൾക്ക് സമാധാനമായി സുരക്ഷിതമായി ഇവിടെ ജോലി ചെയ്യാൻ സാധിക്കണം. ജോലി ചെയ്യുന്ന എല്ലാവർക്കും വ്യക്തമായ ഒരു സാമ്പത്തിക ഒരു നിയമം ഇവിടെ ഉണ്ടാകണം. ഇതിന് യഥാർത്ഥത്തിൽ വേണ്ടത്, ഇപ്പോൾ ഇന്നലെ പലരും പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരാൾ ഹെയർ സ്റ്റൈലിസ്റ്റുകൾ തന്നെ പറഞ്ഞ, ഞങ്ങളിപ്പോൾ ഒരു പടത്തിന് 8000 രൂപ പറഞ്ഞാൽ മറ്റൊരാൾ 4000 രൂപയ്ക്ക് ചെയ്യാൻ വില്ലിങ് ആണ്. അതിനൊക്കെ ഒരു വ്യക്തമായ ഒരു നിയമം കൊണ്ടുവരണം. അതിനൊരു എഗ്രിമെൻറ്റ്, കമ്പൽസറി എഗ്രിമെൻറ്റ് മാത്രമല്ല, അസോസിയേഷൻ പറയണം ഇത്ര തുകയ്ക്ക് താഴെ നിങ്ങൾ ജോലി ചെയ്യരുത്. ഇപ്പം ഞങ്ങളുടെ അസോസിയേഷനിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. ഞങ്ങളുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷനിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. നായികമാരുടെ ശബ്ദത്തിന് മാത്രമേ ഇല്ല, കാരണം അവർ വാങ്ങുന്നത് നല്ല വലിയ എമൗണ്ടാണ്. അതിൽ നിന്ന് ചിലപ്പോൾ ഒരു 10,000 25,000 കുറയ്ക്കുമായിരിക്കാം. പക്ഷേ ക്രൗഡ് വോയിസ് ഒക്കെ ചെയ്യുന്നവർക്ക് നമ്മൾ ശക്തമായ ഒരു അതിൽ നിന്ന് 1 രൂപ കുറയാൻ പാടില്ല എന്ന്, അത് ഭംഗിയായി ഇപ്പോഴും നടക്കുന്നുണ്ട്. അതൊക്കെ എല്ലാ സംഘടനയിലും വന്നാൽ നല്ലതായിരുന്നു. ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ച് അത് നടത്താൻ ആ ഹേമ കമ്മിറ്റി കൊണ്ടുവരാൻ എടുത്തൊരു ആർജവത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ ആരോപണങ്ങൾ ഏറ്റവും കൂടുതൽ വന്നത് നടൻ കൂടിയായ മുകേഷിനെ കുറിച്ചാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം രാജിവെക്കേണ്ട എന്നൊരു നിലപാടാണ് ഇന്നലെ സംസ്ഥാന കമ്മിറ്റി കൂടിയത്. അതൊരു ശരിയായ നിലപാടാണെന്ന് ഒരുപക്ഷെ ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ള ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അല്ല, അത് ആരോപണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും മാറ്റി നിർത്തപ്പെടുക തന്നെ വേണം. ഈ ആരോപണം തെളിയിക്കപ്പെടുക എന്നുള്ളത് പിന്നെ ആ ആരോപിതൻ്റെ ആവശ്യമാണ്. ആ ആള് അതിന് ഉത്തരവാദിയാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം നിയമപരമായി
തെളിയിക്കണം. അത് തെളിയിക്കുന്നത് വരെ മാറ്റി നിർത്തപ്പെടേണ്ട ആൾ തന്നെയാണ്. ഇത് തന്നെയല്ലേ നമ്മൾ നടിയുടെ വിഷയത്തിൽ നടനെതിരെ സെക്രട്ടറി പറഞ്ഞത്. ഒരുപക്ഷെ ധാർമ്മികമായ ഒരു രാജ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കേസ് നാളെ ഒരു സമയത്ത് തെളിഞ്ഞ് തിരിച്ചു വന്നാൽ ഈ ധാർമ്മികതയുടെ പേരിൽ തിരിച്ചു വരാൻ കഴിയില്ല. നിയമം അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ഇലക്ഷന് നിന്നാൽ മതി. ഇവിടുത്തെ ജനങ്ങൾ പറയുമല്ലോ, അയ്യോ ആളന്ന് പാവമായിരുന്നു, അയാളെ വെറുതെ പക്ഷേ കുറച്ചുകൂടി അതിനകത്ത് സിമ്പതി കിട്ടാം. അപ്പോൾ വീണ്ടും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാം, അദ്ദേഹത്തെ വിജയിപ്പിക്കാം. അതാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കുറ്റവാളികളെ ഇങ്ങനെ സംരക്ഷിക്കുക എന്ന് പറയുന്ന സംഘടനയ്ക്കായാലും രാഷ്ട്രീയത്തിനായാലും അത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ പ്രസൻസിന് കാര്യമില്ല. പക്ഷേ നമ്മളെല്ലാം ഈ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും സാമാന്യവൽക്കരിക്കുന്ന ഒരിടമുണ്ട്. ഇത് മുമ്പും നടന്നിട്ടുണ്ട്, ഇത് എല്ലായിടത്തും നടക്കുന്നുണ്ട്, ഇത് എല്ലായിടത്തും നടക്കുന്നൊരു പ്രോസസ്സാണ്. ഇത്തരം വിഷയങ്ങൾ ഒരു നല്ല നീതിയാണെന്ന് തോന്നുന്നില്ല. കാരണം എല്ലായിടത്തും നടക്കുന്നു, മുമ്പും നടന്നിട്ടുണ്ട്. തേജന പറഞ്ഞ് നമ്മുടെ അടുത്തും ഇങ്ങനെ വിഷയം വന്ന സമയത്ത് വളരെ ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും ഇത്തരം ഒരു വിഷയങ്ങൾ നേരിട്ടിട്ടുണ്ടോ സ്വകാര്യമായിട്ടെങ്കിലും? നമ്മുടെ സംഘടനാപരമായിട്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ ഈ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ഒരു പെൺകുട്ടി വന്ന് ഫെഫ്കയ്ക്കെതിരെ സംസാരിച്ചിരുന്നു. ഇത്തരം ഒരു വിഷയമാണ്. അപ്പോൾ ഫെഫ്ക കൂടെ നിന്നില്ല. എന്നോട് വ്യക്തിപരമായിട്ട് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. സംഘടനാപരമായിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കമ്മിറ്റിയിലൊന്നുമില്ല. എനിക്കിപ്പോൾ സംഘടനയിൽ യാതൊരു സ്ഥാനവുമില്ല. ഞാൻ പൂർണ്ണമായിട്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ബി ഉണ്ണികൃഷ്ണനെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ അതിന് തെളിവുകൾ മുഴുവനും എനിക്ക് വാട്സപ്പ് അയച്ചു തന്നു. അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ആദ്യം ബി ഉണ്ണികൃഷ്ണനും സിബി മലയിലും സാർ അയാളെ കൂട്ടിക്കൊണ്ടുപോയി FIR ഇടാനായിട്ട് വിളിച്ചപ്പോൾ ഇവരോട് പറഞ്ഞു, ഇങ്ങനെ FIR ഇടാണ് അയാൾക്കെതിരെ. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, എനിക്ക് അങ്ങനെ പോകാൻ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ നിങ്ങൾ എഴുതി തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എഴുതി കൊടുത്തു, സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മതി എന്ന് പറഞ്ഞ്. അങ്ങനെ അയാളെ 1.5 വർഷത്തോളം സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തി. എന്നിട്ട് ഇപ്പോൾ അവർ പറയുന്നു ഫെഫ്ക ഞാൻ കൊടുത്ത പരാതി സ്വീകരിച്ചില്ല. അങ്ങനെ ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴും മറ്റു പല, അതായത് ലൈംഗിക ആരോപണങ്ങൾ മാത്രമല്ലാതെ മറ്റു പല രീതിയിലും എന്നെ ഉപദ്രവിച്ചു, തൊഴിൽപരമായി എനിക്ക് തൊഴിൽ നിഷേധമുണ്ടായി, എന്നെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞു, നിങ്ങൾ എഴുതി തരൂ രേഖാമൂലം. അയ്യോ അത് വേണ്ട, അത് കേസാവും. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ നിയമത്തെ നേരിടാൻ നമ്മൾ തയ്യാറാവണം. ഇപ്പോൾ ഈ ആരോപണവുമായി വന്നിരിക്കുന്നവരെല്ലാവരും തന്നെ ഇത് കോടതിയിൽ കേസ് നടക്കുമ്പോൾ അങ്ങറ്റം വരെ പോകാൻ തയ്യാറായി തന്നെ മുമ്പോട്ട് വരണം. അതല്ലാതെ ഇപ്പോൾ മീഡിയ തരുന്ന ഒരു ഹൈപ്പ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ മീഡിയയുടെ പാട്ടിന് പോകും. അവസാനം ഇവരാണ് പെട്ടുപോകുന്നത്. അതങ്ങനെയല്ല. ഞാൻ പോരാടുന്നത് ഇവിടെ ഇനി ഒരു തലമുറയ്ക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത്. എനിക്കുണ്ടായ ദുരനുഭവം ആർക്കും ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ ഏതറ്റം വരെ വിജയമോ പരാജയമോ അതൊക്കെ രണ്ടാമത്തെ വിഷയം. പോരാട്ടം നമ്മൾ നടത്തണം. പോരാട്ടം തുടരട്ടെ. ഒരു പക്ഷേ ചേച്ചിയൊക്കെ അതിൻ്റെ മുന്നിൽ ഉണ്ടാവട്ടെ.